നമസ്കാരം. ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട 4 സൈനികരുടെ ധീരതയെയും പരമോന്നത ത്യാഗത്തെയും അഭിവാദ്യം ചെയ്യുന്നതായി വൈറ്റ് നൈറ്റ് കോർപ്സ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ആർമിയുടെ 16 കോർപ്സ് ഇന്ന് പറഞ്ഞു. ഇന്ത്യൻ ആർമിയുടെ 16 കോർപ്സ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലാണ് പറഞ്ഞത്. ഭീകരവാദത്തിന്റെ ബാധയ്ക്കെതിരെ പോരാടുന്നതിനിടെ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്നും സുരൻകോട്ടിലെ 4 സൈനികരുടെ ധീരതയ്ക്കും പരമോന്നത ത്യാഗത്തിനും ഇന്ത്യൻ സൈന്യവും വൈറ്റ് നൈറ്റ് കോർപ്സും അഭിവാദ്യം ചെയ്യുന്നുവെന്നും പറഞ്ഞു. രജൌരി ജില്ലയിലെ ദേരാക്കി ഗലി വനമേഖലയിൽ ഇന്നലെ വൈകുന്നേരം 2 സൈനിക വാഹനങ്ങളെ ആയുധധാരികളായ ഭീകരവാദികൾ പതിയിരുന്ന് ആക്രമിച്ചതിനെ തുടർന്ന് 4 സൈനികർ കൊല്ലപ്പെടുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. രജൌരിയിലെ തനമണ്ടിയിൽ സൈനികർ സഞ്ചരിച്ച 2 സൈനിക വാഹനങ്ങൾക്ക് നേരെ ഭീകരവാദികൾ പതിയിരുന്ന് ആക്രമണം നടത്തുകയായിരുന്നു. ഡിസംബർ 21 ഉച്ചകഴിഞ്ഞ് 3:45 2 സൈനിക വാഹനങ്ങൾ സൈനികരെ വഹിച്ച് പ്രവർത്തന സ്ഥലത്തേക്ക് നീങ്ങുകയായിരുന്നുവെന്ന് ഒരു സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഭീകരവാദികളുടെ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സൈന്യം ഉടൻ തിരിച്ചടിച്ചതായി സൈന്യം പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം മുതൽ പ്രദേശത്ത് ഭീകരവാദികൾക്കെതിരെ സംയുക്ത ഓപ്പറേഷൻ ശക്തമാക്കാൻ സൈന്യം തീരുമാനിച്ചു. 48 രാഷ്ട്രീയ റൈഫിൾസ് ഏരിയയിലാണ് ഓപ്പറേഷൻസ് നടക്കുന്നത് എന്നും സൈനിക ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. പാരാ സ്പെഷ്യൽ ഫോഴ്സിനെയും ഓപ്പറേഷന്റെ ഭാഗമായി വിന്യസിച്ചിട്ടുണ്ട്. PAFF എന്ന ഭീകര സംഘടന ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്നാണ് വിവരം. ഏതായാലും ഗറില്ല മോഡൽ ആക്രമണം ഒളിച്ചിരുന്നു നടത്തുന്ന ഭീകരവാദികൾക്കെതിരെ കനത്ത തിരിച്ചടി തന്നെ ഇന്ത്യൻ സൈന്യം നൽകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.